അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 4ാം ക്ലാസ്സുകാർക്ക് ആദ്യത്തെ പരീക്ഷ ഫിഖ്ഹാണ്. ഫിഖ്ഹിൻ്റെ 17 പാഠങ്ങളുടെയും റിവിഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ ചാനൽ നോക്കി നമുക്കത് കാണാൻ കഴിയും. എല്ലാ പാഠം കൂടി ഒരുമിച്ച് ഒറ്റ വീഡിയോയിൽ പറയാൻ കഴിയില്ല, കാരണം ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് ഫിഖ്ഹിൽ. അപ്പോൾ നിങ്ങൾ ആ റിവിഷൻ വീഡിയോസ് 17 പാഠത്തിൻ്റെ റിവിഷൻ വീഡിയോ കണ്ട് പഠിച്ചതിന് ശേഷമാണ് ഈ മോഡൽ പരീക്ഷാ ചോദ്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഫിഖ്ഹിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ദിവസങ്ങളുടെ നേതാവ്. ദിവസങ്ങളുടെ നേതാവ്. ഉത്തരം ഞായർ, തിങ്കൾ, വെള്ളി. വെരി വെരി സിമ്പിളാണ്, എല്ലാവർക്കും അറിയാം, വെള്ളിയാഴ്ചയാണ്. അടുത്തത് ജുമുഅ നിസ്കാരം. 2 റക്അത്ത്, 3 റക്അത്ത്, 4 റക്അത്ത്. അതും വെരി സിമ്പിളാണ്, 2 റക്അത്ത്. അടുത്തത് രാത്രിയിൽ റവാത്തിബിൽ ശക്തിയായത്. 10 റക്അത്ത്, 12 റക്അത്ത്, 22 റക്അത്ത്. ഏതാണ് ശരി? 10 റക്അത്ത്. അടുത്തത് അവസാനത്തെ അത്തഹിയാത്ത് എഴുതിയപ്പോൾ ഇവിടെ തെറ്റിയിട്ടുണ്ട്, ഹ ആണ് വേണ്ടി. അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ സുന്നത്ത്, കറാഹത്ത്, ഫർള്. ഏതാണ്? ഫർളാണ്. ഒന്നാമത്തെ അത്തഹിയാത്ത്, ആദ്യത്തെ അത്തഹിയാത്താണ് സുന്നത്ത്, അവസാനത്തെ അത്തഹിയാത്ത് എന്താണ്? ഫർളാണ്. അടുത്ത നജിസുകൾ. 2 വിധം, 3 വിധം, 4 വിധം. എത്ര വിധാണ്? നജിസുകൾ 3 വിധാണ്, നമ്മൾ പഠിച്ചിട്ടില്ലേ? മുഗല്ലദ്, മുതവസ്സിത്ത്, മുഖഫഫ് അല്ലേ? അടുത്തത് കുളിയുടെ ഫർളുകൾ 2, 3, 4. ഏതാ ശരി? 2. അടുത്തത് തെറ്റ് ശരിയാക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം, ജുമുഅക്ക് ഇമാമായി നിസ്കരിക്കുന്നു എന്ന് മഅ്മൂം. അത് തെറ്റിക്കണം, അവിടെ സ്പെല്ലിങ് തെറ്റുണ്ട്. മഅ്മൂം അല്ല, മഅ്മൂം കരുതണം. മഅ്മൂം എന്ന് പറഞ്ഞാൽ ആരാണ്? ബാക്കിൽ നിൽക്കുന്ന ആളുകൾ അല്ലേ? ബാക്കിൽ നിൽക്കുന്ന ആളുകൾ കരുതേണ്ടത് ഞാൻ ഇമാമാണെന്നാണോ? അല്ലല്ലോ. അപ്പോൾ അവിടെ തെറ്റിയത്. എവിടെ തെറ്റിയേ? ജുമുഅക്ക് ഇമാമായി നിസ്കരിക്കുന്നു എന്ന് ഇമാമ് കരുതണം. അപ്പോൾ ഇവിടെ മഅ്മൂം എന്നുള്ളിടത്ത് എന്താക്കണം? ഇമാമ് എന്നാക്കണം. അല്ലെങ്കിൽ എന്താക്കുക? ജുമുഅക്ക് മഅ്മൂമായി നിസ്കരിക്കുന്നു എന്ന് മഅ്മൂം കരുതുക. അങ്ങനെയും പറ്റും. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഫർള് നിസ്കാരത്തിൻ്റെ നിയ്യത്തിൽ 4 കാര്യങ്ങൾ നിർബന്ധമാണ്. ഫർള് നിസ്കാരത്തിൻ്റെ നിയ്യത്തിൽ 4 കാര്യമല്ല, 3 കാര്യമാണ് നിർബന്ധം. അത് നമ്മളിവിടെ പഠിക്കുന്നുണ്ട് അല്ലേ? ഇതാ, ഫർള് നിസ്കാരത്തിൻ്റെ നിയ്യത്തിൽ 3 കാര്യങ്ങൾ നിർബന്ധമാണ്. ഞാൻ നിസ്കരിക്കുന്നു, ഇന്ന നിസ്കാരം ഫർളാണ് എന്ന് 3 എണ്ണം. ഏതൊക്കെ? ഞാൻ നിസ്കരിക്കുന്നു, ഇന്ന നിസ്കാരം ഫർളാണ് എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത എന്താണ്? ഫർള് നിസ്കാരത്തിൻ്റെ നിയ്യത്തിൽ ഹൈള് നിഫാസുള്ള അവസരത്തിൽ നോമ്പ് ഖളാ വീട്ടൽ കറാഹത്താണ്. ഫർള് നിസ്കാരം ഹൈള് നിഫാസുള്ള അവസരത്തിൽ നോമ്പ് ഖളാ വീട്ടൽ എന്താണ്? ഹൈള് നിഫാസുള്ള അവസരത്തിലെ നോമ്പ് ഖളാ വീട്ടൽ കറാഹത്താണ്. ശരിയാണോ? അല്ല, തെറ്റാണ്. എന്താ? ഹൈള് നിഫാസുള്ള അവസരത്തിലെ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഇതാണ് ശരിയായ ഉത്തരം, നിർബന്ധമാണ്. അടുത്ത 4ാമത്തെ ചോദ്യം, ചുരുങ്ങിയ ഹൈള് അല്പസമയമാണ്. ശരിയാണോ? അല്ല, ചുരുങ്ങിയ ഹൈള് 1 ദിവസമാണ്. അങ്ങനെയും ശരിയാക്കുക. അല്ലെങ്കിൽ ഹൈള് എന്നുള്ളിടത്ത് പേര് മാറ്റി നിഫാസ് ആക്കുക. അപ്പോൾ ചുരുങ്ങിയ നിഫാസ് അല്പസമയമാണ്. അപ്പോൾ ശരിയാവും. അടുത്തത് വ്യക്തമാക്കാം. തയമ്മും എന്നാൽ എന്ത്? എന്താണ് തയമ്മും എന്ന് പറഞ്ഞാൽ? ഇതാ, നിയ്യത്തോട് കൂടി മുഖത്തും 2 കൈകളിലും തൊഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ്. എന്താണ് തയമ്മും? നിയ്യത്തോടു കൂടി മുഖത്തും 2 കൈകളിലും തൊഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. അടുത്ത ചോദ്യം, ഹൈള് എന്നാൽ എന്ത്? അപ്പോൾ ഹൈള് വ്യക്തമാക്കാനാണ്. എന്താണ് ഹൈള്? സ്ത്രീകളുടെ ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തം. സ്ത്രീകളുടെ ഗർഭാശയത്തിന് ഹൈള് ഉണ്ടാകുക പെണ്ണുങ്ങൾക്കാണ്. അപ്പോൾ ആദ്യം തന്നെ സ്ത്രീകളുടെ എഴുതണം. അപ്പോൾ സ്ത്രീകളുടെ ഗർഭാശയത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തം, അതാണെന്ത്? ഹൈള്. അടുത്ത ചോദ്യം, തുമഅ്നീനത്ത് എന്ത്? തുമഅ്നീനത്ത് എന്താണ്? വ്യക്തമാക്കാനാണ്. ഇതാ കണ്ടില്ലേ? അനക്കം മടങ്ങലാണ് തുമഅ്നീനത്ത്. റുകൂഅ്, ഇഅ്തിദാല്, സുജൂദുകൾ, ഇടയിലെ ഇരുത്തം എന്നിവയിൽ
ചലനമടങ്ങൽ ഫർളാണ്. അപ്പോൾ ഇവിടെ തുമൈനീനത്ത് എന്നാൽ എന്ത് ചോദിച്ചാൽ അനക്കം അടങ്ങലാണ് തുമൈനീനത്ത് എന്ന് പറഞ്ഞാൽ ശരിയാവുമായിരിക്കും. പിന്നെ തുമൈനീനത്ത് എവിടൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരാണ് 4 സ്ഥലത്ത്. അടുത്ത ചോദ്യം, ഇസ്തിൻജാ എന്നാൽ എന്ത്? ഇസ്തിൻജാ എന്ന് പറഞ്ഞാൽ എന്താ? മനോഹരം ചെയ്യുക അല്ലേ? അപ്പൊ ഇസ്തിൻജാ എന്നാൽ എന്ത്? കണ്ടില്ലേ, മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിന് ഇസ്തിൻജാ, ശൗചം ചെയ്യൽ എന്ന് പറയുന്നു. ഇവിടെ ഇസ്തിൻജാന്റെ അർത്ഥം നോട്ട് ചെയ്ത് വെക്കുക. ഒരു പക്ഷേ അർത്ഥം എഴുതുക എന്ന് പറഞ്ഞിട്ട് 2-3 വാക്കുകൾ തന്നിട്ട് അത് എഴുതാൻ പറഞ്ഞാൽ ഇത് എഴുതേണ്ടി വരും. ശൗചം ചെയ്യുക. മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിന് ഇസ്തിൻജാ എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, 2 വീതം എഴുതാം. ജുമുഅ ദിവസം പാലിക്കേണ്ട സുന്നത്തുകൾ. അപ്പോൾ ജുമുഅ ദിവസം പാലിക്കേണ്ട സുന്നത്ത് എന്താണ് ജുമുഅ ദിവസം പാലിക്കേണ്ട സുന്നത്തുകൾ? ഇവിടെ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. നഖം മുറിക്കുക, കുളിക്കുക, വെള്ളവസ്ത്രം ധരിക്കുക, സുഗന്ധം ഉപയോഗിക്കുക, നേരത്തെ പോവുക, സൂറത്തുൽ കഹ്ഫ് ഓതുക, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. ഇതിൽ നമുക്ക് എളുപ്പമുള്ള പഠിച്ചാൽ മതി. വെള്ളിയാഴ്ച നബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പം നബിയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അതേപോലെ വെള്ളിയാഴ്ച കുളിച്ചിട്ട് നമ്മൾ പള്ളിയിൽ പോയി, അപ്പോൾ കുളിക്കുക. അതുപോലെ നഖം മുറിക്കുന്ന ശീലം ഉണ്ടാവും നമുക്കൊക്കെ വെള്ളിയാഴ്ച. അപ്പോൾ വെള്ളിയാഴ്ചയാണ് നഖം മുറിക്കുക, അപ്പോൾ നഖം മുറിക്കുക. അതുപോലെ നമ്മൾ പുതിയ വസ്ത്രം അല്ലെങ്കിൽ വെള്ള വസ്ത്രം ധരിച്ചിട്ടാണ് പോകല്, അപ്പോൾ വെള്ള വസ്ത്രം ധരിക്കുക. ഇതൊക്കെ എന്താണ്? വെള്ളിയാഴ്ചൻ്റെ സുന്നത്താണ്. അടുത്ത ചോദ്യം, അതിന് 2 എഴുതാനാണ് പറഞ്ഞത്. അടുത്ത് സുന്നത്ത് നിസ്കാരങ്ങൾ. 2 സുന്നത്ത് നിസ്കാരങ്ങളെ പേര് എഴുതാനാണ് അല്ലേ? 2 വീതമല്ലേ? 2 സുന്നത്ത് നിസ്കാരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? ഇതാ കണ്ടോ, 2 പെരുന്നാൾ നിസ്കാരം, തറാവീഹ്, ഗ്രഹണ നിസ്കാരം, ലുഹ, തഹജ്ജുദ്, തഹയ്യത്ത്, പിന്നെ ഇവിടെ പഠിക്കുന്ന വിത്ർ നിസ്കാരം, റവാത്തിബ് സുന്നത്തുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിന് 2 എഴുതിയാൽ മതി. അടുത്ത ചോദ്യം, ചെറിയ അശുദ്ധിയുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ചെറിയ അശുദ്ധിയുള്ള ആൾ എന്ന് പറഞ്ഞാൽ വുളു ഇല്ലാത്ത ആൾ ചെയ്യാൻ പാടില്ലാത്തത് എല്ലാവർക്കും അറിയാം അല്ലേ? നിസ്കരിക്കാൻ പാടുണ്ടോ? ഇല്ല. തവാഫ്, മുസാഫ് തൊടൽ, ചുമക്കൽ, ജുമയുടെ ഖുതുബ, സുജൂദ്, ഇതൊന്നും ഓല് ചെയ്യാൻ പാടില്ല. നമുക്കറിയാം വുളു ഇല്ലാത്ത ആൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വളരെ സിമ്പിൾ അല്ലേ? അടുത്ത എന്താണ്? കുളിയുടെ സുന്നത്തുകൾ. കുളിയുടെ സുന്നത്ത് 2 എഴുതാൻ. അപ്പോൾ കുളിയുടെ സുന്നത്തുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക, ശരീരത്തിൽ മോശപ്പെട്ട വസ്തുക്കൾ നീക്കം ചെയ്യുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, കുളിയുടെ മുമ്പായി വുളൂ ചെയ്യുക, കുളി കഴിഞ്ഞ ഉടനെ വുളൂവിന് ശേഷമുള്ള ദുആ ചെയ്യുക. അപ്പോൾ കുളിയുടെ സുന്നത്ത് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വുളൂവിൻ്റെ സുന്നത്ത് കുറച്ച് ഓർമ്മ ഉണ്ടെങ്കിൽ അത് എഴുതാം. ഒന്നാമത്തെ എന്താണ്? വായിൽ വെള്ളം കൊപ്പിളിക്കുക. നമുക്കറിയാലോ, നമ്മൾ വുളൂവിൽ വായിൽ വെള്ളം കൊപ്പിളിക്കുക, അപ്പോൾ അത് പടിയും ചെയ്യാം. വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, പിന്നെ വുളൂ ചെയ്യുക, കുളിയുടെ മുമ്പായി വുളൂ ചെയ്യുക, പിന്നെ ബിസ്മി ചൊല്ലുക. അതൊക്കെ നമുക്ക് എല്ലാത്തിലും പറയാൻ കിട്ടുന്നതല്ലേ? അപ്പം അങ്ങനെ ആലോചിച്ച് എഴുതിയാൽ മതി. അടുത്ത ചോദ്യം, ഉത്തരം എഴുതാം. വീടിനകത്ത് മൂത്രമായാൽ ശുദ്ധിയാക്കേണ്ടത് എങ്ങനെ? അതെന്താ ചെയ്യുക? വീടിനകത്ത് മൂത്രമായാൽ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത്? അപ്പോൾ നമ്മൾ 3 തരം നജിസ് പഠിച്ചിട്ടുണ്ട്. ആ പാഠത്തിലാണ് പറയുന്നത്. മുഖഫഫ്, മുത്തവസിത്ത്. അപ്പോൾ മുത്തവസിത്തിൽ അവിടെ പഠിക്കുന്നുണ്ട്. മലം, മൂത്രം, ഛർദ്ദിച്ചത്, രക്തം, ചലം, മത്സ്യം, വെട്ടുകിളി എന്നിവയുടെ അല്ലാത്ത ശവം, മദീ, വദീ, ലഹരി ദ്രാവകങ്ങൾ എന്നിവയെല്ലാം ഇടത്തരം നജിസുകളാണ്. അപ്പോൾ മൂത്രം ഏതിൽപ്പെട്ടതാണ്? ഇടത്തരം നജിസാണ്. അപ്പോൾ നമ്മൾ ഇടത്തരം നജിസ് വൃത്തിയാക്കേണ്ടത് എങ്ങനെയാണോ ആ ഉത്തരാണ് എവിടെ എഴുതേണ്ടത്? വീട്ടിനകത്ത് മൂത്രമായാൽ എന്നതിൻ്റെ എഴുതേണ്ടത്. അപ്പോൾ എന്താണ്? ഇവ കൊണ്ട് നജിസായ ശുദ്ധിയാകണമെങ്കിൽ നജിസിന്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നതുവരെ കഴുകണം. കണ്ടോ? അപ്പോൾ ഇതാണ് അവിടെ ഉത്തരം. നജിസിന്റെ, മൂത്രത്തിന്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നതുവരെ കഴുകണം. അടുത്ത ചോദ്യം, കുളി എന്നാൽ എന്ത്? നിയ്യത്തോടു കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് കുളി. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതാ കണ്ടോ, നിയ്യത്തോടു കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് കുളി. ഞാനിതിങ്ങനെ കാണിച്ചു തരുന്നത് അക്ഷരത്തെറ്റ് വരാതെ പോകണം, അക്ഷരത്തെറ്റ് വരരുതെന്ന് വിചാരിച്ചിട്ടാ. നിയ്യത്തോടു കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് കുളി. അത് പ്രത്യേകം പഠിക്കുക. അടുത്ത ചോദ്യം, ഫർള് നിസ്കാരത്തിൽ ഖിയാം നിർബന്ധമാണ് ആർക്ക്? ഖിയാം എന്ന് പറഞ്ഞാൽ നിൽക്കൽ. അപ്പോൾ ഫർള് നിസ്കാരത്തിൽ നിൽക്കൽ നിർബന്ധമാണ് ആർക്ക്? വളരെ സിമ്പിളാണ്, നിൽക്കാൻ കഴിയുന്നവർക്ക്. അടുത്ത് സ്വലാത്തിന്റെ ഫർളായ വചനം ഏത്? അത് നമുക്കറിയാം.
കണ്ടോ, അല്ലാഹുമ്മ സൊല്ലി അല മുഹമ്മദ് എന്നതാണ് സ്വലാത്തിൻ്റെ നിർബന്ധമായ വചനം. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ രണ്ട് രൂപത്തിൽ ചോദ്യം വരാം. അല്ലാഹുമ്മ സല്ലി അല മുഹമ്മദ് എന്നത് സ്വലാത്തിൻ്റെ ഡാഷാണ്, നിർബന്ധമായ വചനാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ചോദിച്ചതുപോലെ സ്വലാത്തിൻ്റെ നിർബന്ധമായ വചനം ഏത്? അല്ലാഹുമ്മ സല്ലി അല മുഹമ്മദ്. അടുത്ത ചോദ്യം എന്താണ്? പൂരിപ്പിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ഡാഷ് ഷൈഇൻ ഖദീർ. അപ്പം എന്താ പൂരിപ്പിക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് നമ്മൾ സുബഹിയിലും മഗ്രിബ് നിസ്കാരവും 2 നിസ്കാരം കഴിഞ്ഞിട്ട് 10 പ്രാവശ്യം ചെല്ലേണ്ട ദിക്റാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഓക്കെ. അടുത്ത ചോദ്യം, ലാ സ്വലാത്ത. ചോദ്യം കഴിഞ്ഞിട്ട് അവസാനത്തെ ചോദ്യം, ലാ സ്വലാത്ത ലിമല്ലം യഖറ ഡാഷ്. വളരെ സിമ്പിളാണ്, കുറച്ചേ പൂരിപ്പിക്കാനുള്ളൂ. ലാ സ്വലാത്ത ലിമല്ലം യഖറ ഡാഷ്. നമ്മൾ റിവിഷൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു ആ കാര്യം. കണ്ടോ? ലാ സ്വലാത്ത ലിമല്ലം യഖറ ബി ഫാത്തിഹത്തിൽ കിതാബ്. ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്, ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, ഫാത്തിഹ ഓതാത്തവൻ്റെ നിസ്കാരമില്ല. അപ്പോൾ ഇതാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഫിഖ് നന്നായി പഠിക്കുക, ഒരുപാട് പഠിക്കാനുണ്ട്. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.